നമ്മുടെ ആദ്യം നട്ട കുമ്പളാണിത് കണ്ട. അപ്പോൾ ഇതാദ്യം ഇവിടെ നിന്ന് വന്നതേ അതിനൊപ്പം നമ്മൾ കമ്പിലൊക്കെ ഇങ്ങനെ പടർന്ന് വരില്ലേ കുമ്പളം. അപ്പോൾ അതിന് കമ്പിലൊക്കെ നമ്മൾ മണ്ണിട്ട് ഇതേ ഇങ്ങോട്ട് കയറ്റണമുണ്ട. അപ്പോൾ അതിന് അടുത്തത് മുകളിലേക്ക് ഷീറ്റിൻ്റെ മുകളിലേക്ക് നമ്മൾ കയറ്റാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നമ്മൾ ഹൈബ്രിഡ് തൈ മേടിച്ചിട്ടുണ്ടായിരുന്നു. അതിൽ 3 എണ്ണം നമ്മൾ ഇതുപോലെ കയറ്റാൻ വേണ്ടി ഈ സൈഡിൽ കുഴിച്ചിട്ടു. 2 എണ്ണം നമ്മളിത് ഈ തെങ്ങിൻ്റെ കടക്കിലൊക്കെ കുഴിച്ചിട്ട്. അതെന്താണെന്ന് വെച്ചാൽ ഇത് കയറ്റാൻ എളുപ്പത്തിന് നമ്മളിങ്ങനെ നോക്കി ഐഡിയ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പിന്നെ പന്തലിൻ്റെ ആവശ്യമില്ല കണ്ട. അപ്പോൾ ഇതും കൂടെ ഈ ഇരുമ്പാമ്പുളിമിക്ക് പടരും. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഈ തെങ്ങിന്. പിന്നെ ഇവിടെ തേങ്ങ വീഴുന്ന സ്ഥലമൊന്നുമല്ല, പിന്നെ അത്യാവശ്യം വെയിലുമുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് നമ്മളിവിടെ കുഴിച്ചിട്ടത്. ഇനിയിപ്പോൾ ഇതിന് സെക്കൻഡ് ട്രിപ്പ് വളം കൊടുക്കാറ്. നമ്മളന്ന് സ്റ്റെറാമയിലൊക്കെ കൊടുത്തിട്ടാണ് നട്ടത്. അപ്പോൾ ഇപ്പോൾ കുറച്ച് ദിവസമായല്ലോ, പിന്നെ അടുത്ത വളം നമുക്ക് കൊടുക്കണം. അപ്പോൾ അതിന് നമ്മൾ വീണ്ടും ഇവിടെ രണ്ടാമത്തെ വളം എടുത്തുള്ളത് ഞാൻ കോഴിക്കാട്ടാണ്. നിങ്ങൾക്ക് ഏത് വേണമെങ്കിലും കൊടുക്കാട്ടാ. അപ്പോൾ നോക്കി ഞാനീ പറയണ പോലെ നല്ല നനവുണ്ടാവും എപ്പോഴും. ചപ്പ് ചവറൊക്കെ ഇടുന്ന കാരണം നല്ല നനവുണ്ടാവും. ഇവിടെ ഒരു തക്കാളി തൈ തന്നെ മുളച്ചതാട്ടാ. അത് കറിയുടെ വേസ്റ്റൊക്കെ ഞാൻ ചിലപ്പോൾ ഇവിടെ കൊണ്ടുവന്നിടും. അപ്പം അങ്ങനെ പിന്നെ ഇതേ മറ്റുള്ള പച്ചക്കറിക്കൊക്കെ ചെയ്യണ പോലെ ഇപ്പോൾ പടരണത് ഏത് നമുക്ക് കുഴിച്ചിടേണ്ട സീസണാണ് ഈ ജനുവരി ഫെബ്രുവരി ഒക്കെ. അപ്പോൾ അങ്ങനെ ചെയ്യുക. കടക്കിൽ ഇളക്കരുത്, ചുറ്റും നമ്മളിങ്ങനെ ഇളക്കിയിട്ട് ഇത് നമുക്ക് ഇഷ്ടമാരുള്ളത് കൊണ്ട് കുറച്ചധികം ഇട്ട് കൊടുക്കാം. ഇട്ടിട്ട് ഈ പറഞ്ഞ പോലെ മണ്ണായിട്ട് നന്നായിട്ട് മണ്ണും കൂടിയായിട്ട് മിക്സ് ചെയ്യാണ്ട് ചുറ്റും ഇടണമെങ്കിൽ ഇടാം. ഇതിപ്പോൾ ഇത് 2 ഉള്ളൂ. അതിനുള്ള വളം ഇത് വലിച്ചെടുത്തോളൂ. മുളകും തൈയൊക്കെ അവിടെ ഇവിടെയും മുളയ്ക്കുന്നുണ്ട് കണ്ട. അത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കണം കണ്ട. എന്നിട്ട് ഇതുപോലെ ചപ്പും ചമ്മലും ഉണ്ടെങ്കിൽ അത് കടിച്ചതൊക്കെ ഉണ്ടെങ്കിൽ ഇതും കൂടെ കയറ്റിയിട്ട് കൊടുത്താൽ ഇനിയിപ്പോൾ അത് നന്നായിട്ട് നനച്ച് കൊടുത്താൽ മതി. അപ്പോൾ ഇവർ നല്ല ഉഷാറായിട്ട് കണ്ട. അതിൻ്റെ ഒപ്പം ഇനി നമ്മൾ ചെയ്യണത് ഇതേ സ്പ്രേയർ കണ്ട. അപ്പോൾ അതിനെ സ്പ്രേയും കൂടി ചെയ്ത് കൊടുത്താൽ ഇതിൻ്റെ മുകളിൽ വെള്ളീച്ച അല്ലെങ്കിൽ അടിയിലത്തെ ഇലമയുണ്ട്, പക്ഷെ മുകളിലില്ല. എന്നാലും നമ്മളൊപ്പം ഇത് ചെയ്ത് കൊടുത്താൽ അപ്പോൾ ഇനി ഒരാഴ്ച കഴിഞ്ഞിട്ട് ഇതിനൊക്കെ കീടാക്രമണത്തിൻ്റെ ശല്യം ഉണ്ടാവുമെന്ന് ഇനി നോക്കണ്ടോ. വേപ്പെണ്ണയുടെ മിശ്രിതം ഇത് നോക്കിയേ. ഇതിൻ്റെ കൊടി നീട്ടാറായി. ഇതിൻ്റെ കൂമ്പല ഇനി പടരാനുള്ള റെഡി ആയി തുടങ്ങി. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ ഇത് തെങ്ങിൻ്റെ തടാന്ന്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, ഇങ്ങനെ എന്തെങ്കിലും ഒരു സപ്പോർട്ട് ഉണ്ട്. ഞാനിപ്പോൾ ഒരു മടലിൻ്റെ കവളയാണ് ഈ ഓല വെട്ടില്ലോ അത് വെച്ചാണ്. പിന്നെ അവർ ഇതുമ്പോൾ കയറിയിട്ട് ഇതും കൂടെ കയറും. പിന്നെ നമ്മൾ ഇതുമെന്ന് വള്ളി കെട്ടിയിട്ട് ഒരു കയറ്റി വിടാനാണ്. പട്ടയിൽ നമ്മൾ ഇതുമ്മയ്ക്ക് ഒരു കയറ് കെട്ടി കൊടുക്കും, ഇരുമ്പാമ്പുളിയുമ്മയ്ക്ക്. അപ്പോൾ അവരങ്ങോട്ട് പോട്ടെ. ഇത് നനയ്ക്കുമ്പോൾ അതിലൊക്കെ മണ്ണ് തെറിക്കണത് അത് കണ്ട്. അപ്പോൾ നമ്മൾ ഇങ്ങനെ മോട്ടർ അടിക്കുമ്പോൾ വെള്ളം ഇവിടെ വീഴുക. അപ്പോൾ അതിങ്ങനെ തെറിക്കണതാണ് ഈ മണ്ണിങ്ങനെ നിൽക്കണത് കണ്ട്. ഇനി ഇതിൻ്റെ കട ഇളക്കിയിട്ട് ഇതുപോലെ ഇതിനും ഇട്ട് കൊടുക്കാം നമുക്ക്. വളം കൂടിയാലും കുരുടിക്കിട്ടാ. അതെൻ്റെ ഒരു മിളകിന് ഉണ്ടായതിൻ്റെ അത് പിന്നെ ഒരു വീഡിയോ ചെയ്യാം. അപ്പോൾ നമ്മൾ കോഴിക്കാട്ടം ഇത് ഞാൻ പറഞ്ഞല്ലോ കുറേ വർഷമായിട്ടിരിക്കുന്ന കോഴിക്കാട്ടായതുകൊണ്ട് ഇതിന് ചൂടൊക്കെ കുറഞ്ഞുണ്ടാവും, അല്ലെങ്കിൽ നല്ല ചൂടുണ്ടാവും. അപ്പോൾ അതൊന്ന് നനച്ചിട്ടിട്ടൊക്കെ വേണം നിങ്ങൾ നേരിട്ട് ഇങ്ങനെ കൊടുക്കാനായിട്ട്. അല്ലെങ്കിൽ പിന്നെ കമ്പോസ്റ്റൊക്കെ ആക്കിയിട്ട് ചെയ്യും. ഞാൻ പറഞ്ഞു ഏത് വളം ചെയ്യുമ്പോഴും മണ്ണായിട്ട് മിക്സ് ചെയ്യണം, മണ്ണൊപ്പം ഇങ്ങനെ ആക്കണം. അല്ലെങ്കിൽ ചെടിക്ക് അത് ചൂട് കൂടിയിട്ട് അത് കരിഞ്ഞു പോകാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ കടക്കിൽ ഒരിക്കലും ഇടരുത് കേട്ടോ. ഏത് വളം ഇടുകയായാലും കടക്കിൽ ഇന്ന് നന്നായിട്ട് നനച്ച് കൊടുക്കുക. നമ്മൾ മുന്നേ തന്നെ ഇതുപോലെ മരുന്നടിച്ചു കൊടുക്കുക. രോഗം വരാൻ നിൽക്കണ്ട, അല്ലെങ്കിൽ വെള്ളീച്ച വരാൻ നിൽക്കണ്ട കേട്ടോ. നമ്മുടെ പടർന്ന് കയറിയ കുമ്പളത്തിന് ഇതുപോലെ അടിച്ചു കൊടുക്കുക. ഈ സോപ്പിൻ്റെ മണം വരുമ്പോൾ അവർക്ക് തീരെ പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഇതിങ്ങനെ അടിച്ചു കൊടുത്തു കഴിഞ്ഞാലേ കീടങ്ങളുടെ ആക്രമണം നന്നായിട്ട് കുറയും. കൂമ്പിനൊക്കെ വന്ന് വെട്ടണ സ്വഭാവമുണ്ട്. കൂമ്പൊക്കെ വന്ന് വെട്ടുവർ.